തളർന്ന് തീർന്ന് ഗോതമ്പ് മണി രൂപം നഷ്ടപ്പെട്ട് ഇടിഞ്ഞ് പൊടിഞ്ഞ് അരഞ്ഞ് ഇല്ലാതാവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. അതാണ് തൊട്ടടുത്ത വാക്യത്തിൽ ഈശോ ഒരു സിദ്ധാന്തം പോലെ, തിയറി പോലെ വിശദീകരിക്കുന്നത്. തൊട്ടടുത്ത വാക്യം 25, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ഗോതമ്പ് മണിയായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുക. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. എനിക്ക് ഉടയണ്ട, എനിക്ക് തകരണ്ട, എനിക്ക് പൊടിയണ്ട, എനിക്ക് അരയണ്ട. പൊടിയാനും അരയാനും ഉടയാനും സാഹചര്യമുള്ള ഒന്നിലൂടെയും എന്നെ കടത്തി വിടരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഈ സഹനം എനിക്ക് വേണ്ട, ഈ കണ്ണീര് എനിക്ക് വേണ്ട, ഈ ഉടയൽ എനിക്ക് വേണ്ട, ഈ വേദന എനിക്ക് വേണ്ട. ഈ വേദനയിൽ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഈ വേദനയുടെ നടുവിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു, ഞാൻ അടിച്ചമർത്തപ്പെടുന്നു, ഞാൻ ഉടയ്ക്കപ്പെടുന്നു, ഞാൻ തകർക്കപ്പെടുന്നു, ഞാൻ പൊടിക്കപ്പെടുന്നു. അയ്യോ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് എന്താണ്? ഗോതമ്പ് മണി എന്തായിട്ടിരുന്നാ മതി? എന്തായിട്ടിരുന്നാ മതി? എന്തായിരുന്നാ മതി? ഗോതമ്പ് മണിയായിട്ടിരുന്നാ മതി. അഴിയണ്ട. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, അഴിയണ്ട. അങ്ങനെ ഇരുന്ന എന്നാ സംഭവിക്കും അവസാനം? അങ്ങനെ ഇരുന്ന എന്നാ സംഭവിക്കും അവസാനം? അവസാനം എന്ത് സംഭവിക്കും? പുറന്തോട് പൊളിയാതെ, വിത്താകാൻ മനസ്സില്ലാതെ, വിത്തായി മണ്ണിൽ വീണ് ചേറിനോട് ചേർന്ന് ഉടയാനും അഴിയാനും തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇരിക്കുന്നിടത്തിരുന്ന് നശിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ ഗോതമ്പ് മണി എവിടെ വീഴുകയാണ്? എവിടെ വീഴുകയാണ്? നിലത്തേക്ക് വീഴുകയാണ്. നിലത്തേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാവുന്നതല്ലേ? കൃഷിക്കാരൊക്കെ ഇല്ലേ? ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ്, ഗോതമ്പ് മണി നിലത്തേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നാം ദിവസം അതിൻ്റെ പുറന്തോടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അത് പൊട്ടും 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 പൊട്ടും, പിന്നെയും പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ഫലം കായ്ക്കാൻ. അപ്പൊ ഈ പറയുന്ന ആരുടെ കാര്യമാണ്? 25-ാമത്തെ, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്താ പറയുന്നേ? അത് നഷ്ടപ്പെടുത്തുന്നു. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്താ പറയുന്നേ? എനിക്ക് ഉടയണ്ട, എനിക്ക് ഉടയണ്ട, എനിക്ക് അരയണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തിക്കേ, ഒച്ചത്തിൽ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഒച്ചത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹ നിങ്ങൾക്കറിയാം, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ശക്തമായി പറയുകയാണ്, ഇനിയുള്ളത് ജെറുസലേമിൽ എനിക്ക് പീഡ സഹിക്കലും, ഇനിയുള്ളത് ജെറുസലേമിൽ എനിക്ക് മരിക്കാനുള്ളതും ഒക്കെയാണെന്ന് പറയുമ്പോൾ അരിമശിഷ്യനായ പത്രോസ്ലീഹ മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം കനിയട്ടെ. ആരാ? ദൈവം കനിയട്ടെ. ആരോടാ പറയുന്നത്? ദൈവപുത്രനോട് പറയുകയാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം കനിയട്ടെ. ഞങ്ങൾ ഈ ഉടയലും അരയലും പൊടിയലും ഈ തകരലും ഒക്കെ ഒഴിവാക്കി തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് ആരോട് പറയുക? ദൈവപുത്രനോട് പറയുകയാണ്. ഹല്ലേലൂയ. എന്നാ കുഴപ്പം ഉടഞ്ഞില്ലെങ്കിൽ, എന്നാ കുഴപ്പം അരഞ്ഞില്ലെങ്കിൽ, എന്നാ കുഴപ്പം ഇടഞ്ഞില്ലെങ്കിൽ, പറഞ്ഞേ എന്നാ കുഴപ്പം? തനിയെ ഇരിക്കും. ഹല്ലേലൂയ. ഇരുന്ന് നശിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ ജീവനെ പകയ്ക്കുക, ജീവനെ ദ്വേഷിക്കുക. ഉടഞ്ഞോട്ടെ. ജീവനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിക്കുക, ഈ സഹനം എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, ഈ വേദന എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ. എൻ്റെ കർത്താവിനേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നില്ല. കൈയടിച്ച് സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കടന്നു പോകുന്ന വേദനയുടെ നടുവിൽ എന്റെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഞാൻ ഈ കടന്നു പോകുന്ന സഹനത്തിന്റെ നടുവിൽ, എന്റെ സഹനത്തിന്റെ നടുവിൽ എന്റെ ദൈവത്തെ ഉപേക്ഷിച്ചുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താണ് അവിടെ? ജീവനെ വെറുക്കുകയാണ്, ജീവനെ ദ്വേഷിക്കുകയാണ്, ജീവനെ കളയുകയാണ്. കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടയാൻ ഏൽപ്പിച്ചു കൊടുക്കുക,
തകരാൻ ഏൽപ്പിച്ചു കൊടുക്കുക, പൊടിയാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുമ്പം നമ്മുടെ ദൃഷ്ടിയിൽ എന്താണ്? അയ്യോ പൊടിഞ്ഞല്ലോ, അയ്യോ അരഞ്ഞല്ലോ, അയ്യോ തകർന്നല്ലോ എന്നാ പറയുന്നത്. പക്ഷേ ഒരപ്പമായി അവൻ രൂപാന്തരപ്പെടണമെങ്കിൽ അരയാതെ പറ്റില്ല, ഉടയാതെ പറ്റില്ല, തകരാതെ പറ്റില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യനാഥനായി അവിടുന്ന് ഉപവിഷ്ടനാകുമ്പോൾ ഓർക്കുക, അത് ഗോതമ്പ് മണി തനിയെ ഇരുന്നതല്ല, തകരാൻ, തളരാൻ, തീരാൻ, ഉടയാൻ അനുവദിച്ചതുകൊണ്ടാണ്. കൈയടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥൻ വ്യക്തമായിട്ട് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ, ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി. ദിവ്യകാരുണ്യനാഥൻ ഒരു ദിവസം അൽത്താരയിൽ ഉപവിഷ്ടനായതല്ല, അവനൊരു ഗോതമ്പ് മണിയായി വന്നവനാണ്. ഉടയാൻ, അരയാൻ, പൊടിയാൻ, കുഴയാൻ അവൻ തന്നെ സമർപ്പിച്ചപ്പോഴാണ്, അരഞ്ഞപ്പോൾ, ഉടഞ്ഞപ്പോൾ, സഹനത്തിന്റെ നടുവിൽ ഇതൊന്നും മാറിപ്പോകണമേ എന്ന തന്റെ ഇഷ്ടത്തിലെ പ്രാർത്ഥനയെ പിതാവിന്റെ ഹിതത്തിനകത്ത് മുക്കി അമർത്തി തന്റെ ജീവിതത്തെ ബലിയായി സമർപ്പിച്ചപ്പോൾ നാം പറഞ്ഞു, അവൻ തീർന്നു, തകർന്നു, ഇല്ലാതായി. പക്ഷെ ഇതാ ഇന്ന് ഈ അൾത്താരയിൽ അവൻ ദിവ്യകാരുണ്യമായി, ജീവന്റെ അപ്പമായി, ജീവന്റെ അപ്പമായി, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായി നിന്റെയും എന്റെയും മുമ്പിൽ അവൻ നിൽക്കുന്നു. ഇന്ന് നീ തകർച്ചയിലാണോ? ഇത് നിന്റെ അവസാനമല്ല. ദൈവം നിന്നെ അപ്പമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൈയടിച്ചു വിളിച്ചോ, ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തെ സ്നേഹിക്കരുത്. ഇത് നോക്ക് 25-ാമത്തെ വചനം നന്നായിട്ട് ശ്രദ്ധിക്കുക. യോഹന്നാൻ 12:25, ജോൺ 12:25. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോതമ്പ് മണി തനിയെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എനിക്കൊരു പ്രോസസ്സിലൂടെയും കടന്നു പോകണ്ട. ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന കംഫോർട്ട് സോണിൽ, ആ സോൾട്ടൈൽ, ആ കംഫോർട്ട് സോണിൽ I prefer to live in this comfort zone. I don't want to break. Hallelujah, hallelujah, hallelujah. I don't want to go to the crushing process. Hallelujah. Hey, എനിക്ക് ആ സഹനമൊന്നും വേണ്ട. സഹനത്തിന്റെ നടുവിൽ പിറുപിറുക്കുക. ദൈവം എന്തിയെ? കർത്താവ് എന്നെ കാണാത്ത, പിശാചൻ എന്നെ വിട്ടുകൊടുത്തോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, എന്നെ ഇപ്പൊ കുർബാനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ, ഈ അടുത്ത നാളിലൊന്നും കുമ്പസാരിച്ചതായിട്ട് കേട്ടിട്ടില്ലല്ലോ, എന്നെ ഒന്നും ഒന്നും പറയണ്ട, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യം. എന്നാ പറ്റി? ജീവിതത്തിൽ ചില സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക. കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസവും ഒന്നും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് പഴയ തീഷ്ണതയൊന്നുമില്ല. ഇത് അവസാനത്തെ പിടിവള്ളിയായിട്ടൊന്ന് പിടിച്ച് ഡിവൈനി വന്നിരിക്കുക. എന്നേലും ശരിയാകുന്നുണ്ട്, ഇവിടെ വെച്ച് ശരിയാകണം, ഇല്ലെങ്കിൽ ഇനി ദൈവത്തെ സേവിക്കാൻ ജ്ഞാനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഗോതമ്പ് മണിയേ, ഗോതമ്പ് മണിയേ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ ഗോതമ്പ് മണി ഈശോയാ, ഇവിടെ പറയുന്ന ഗോതമ്പ് മണി നിങ്ങളും ഞാനുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോതമ്പ് മണിയേ, നീ ആയിരിക്കുന്നിടത്ത് നിന്നെ ഉടയ്ക്കാനും നിന്നെ പൊടിക്കാനും നിന്നെ അഴിക്കാനും ഒരു സാഹചര്യം ഉരുവാകുന്നെങ്കിൽ ഓർത്തോ. ഹല്ലേലൂയ. നിന്റെ വിളി അനേകർക്ക് ഫലം കൊടുക്കാനുള്ള വിളിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അഴിക്കാനും ഉടയ്ക്കാനും പൊടിക്കാനും ഒക്കെയുള്ള വലിയ 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 വെല്ലുവിളികൾ പുറകിലുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ആർത്ത് വിളിച്ചു പറഞ്ഞ്, എന്റെ കർത്താവേ, എന്റെ കർത്താവേ. നന്നായിട്ടൊന്ന് വിളിച്ച്, എന്റെ കർത്താവേ, എന്റെ കർത്താവേ. ഇന്ന് അഭിഷേകത്താന്നറിയണം, ഇന്ന് അഭിഷേകത്താന്നറിയണം. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുകയാണ്. അങ്ങനെ പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബ്രദറെ വ്യക്തിപരമായി കടന്നു പോകുന്ന ചില സഹനങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അങ്ങനെ പറയുന്നവരൊന്ന് കരമുയർത്തിക്കുക. അങ്ങനെ പറയുന്നത്, എൻ്റെ ബ്രദറെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നം
അത് വഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത്. അങ്ങനെ പറയുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നേ, അങ്ങനെ പറയുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നേ, പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നേ. കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ വഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു പ്രതിസന്ധികളുടെ നടുവിൽ ആയിരിക്കുന്നവര് തീർത്തിട്ടും തീരാത്ത കേസുകൾ, പരിഹരിക്കാൻ കഴിയാത്ത കേസുകൾ, അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ഉടഞ്ഞുകൊണ്ടിരിക്കുക ബ്രദറെ, ഞാൻ തകർന്നുകൊണ്ടിരിക്കുക, അങ്ങനെ പറയുന്ന മക്കളെല്ലാം ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിങ്ങളൊന്ന് അഭിഷേകത്തോടെ ഒന്ന് എഴുന്നേറ്റ്. ഈ വചനം ഇപ്പൊ നിങ്ങളിലേക്ക് മാംസം ധരിക്കാൻ പോകുകയാണ്. ഈ വചനം ഇപ്പൊ നിങ്ങളിലേക്ക്